ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞണ്ടെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു ചട്ടിയിൽ വെച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കണം. ഒരു കഷ്ണം കുടപ്പുളി ഇടണം. വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ഞണ്ട് തിളയ്ക്കുമ്പോൾ വെള്ളം വരും. അതിൽ അടച്ചു വെച്ച് വേവിക്കണം. ഉണ്ടോ, തുറന്ന് നോക്കിയപ്പോൾ ആ ഞണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ഇത്തിരി വെള്ളമൊക്കെ അതിലുണ്ട്. ആ വെള്ളത്തോടു കൂടി തന്നെ വെക്കാം നമുക്ക്. എന്നിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിൽ ഇഞ്ചി ചതച്ചതും കൂടെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് പച്ചമുളകും കരിവേപ്പിലയും സവാളയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിക്കണം. അതിൽ കൂടി ഇത്തിരി പോരാത്ത ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ സൈഡിലെ എണ്ണയിൽ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. എന്നിട്ട് ഒരു സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഈ മസാലകളെല്ലാം കൂടെ നന്നായിട്ട് ആ സവാളയും മസാലയെല്ലാം കൂടെ ആ ഗ്രേവി അങ്ങ് മൂത്ത് വരുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ആ ഞണ്ടിൻ്റെ ചാറ് ഓടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ അത് വരണ്ട് വരുവുള്ളൂ. കണ്ടോ, നല്ല വരട്ടി ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയാവും. കണ്ടോ, ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം.